ലോഗോസ് ക്വിസ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഗലാത്യക്കാർക്കുള്ള ലേഖനം അധ്യായം 2 ഇത്തവണ. ഒന്നാമത്തെ ചോദ്യം, പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2 അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 21 വാക്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, ഈ അധ്യായത്തിന് എത്ര തലക്കെട്ടുകളാണ് ഉള്ളത്? ഉത്തരം 3 തലക്കെട്ടുകൾ. മൂന്നാമത്തെ ചോദ്യം, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പൗലോസ് വീണ്ടും ജെറുസലേമിലേക്ക് പോകുന്നത്? ഉത്തരം 14 വർഷങ്ങൾക്ക് ശേഷം. നാലാമത്തെ ചോദ്യം, 14 വർഷങ്ങൾക്ക് ശേഷം പൗലോസ് ആരോടൊപ്പമാണ് ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം ബാർന്നബാസിനോടൊപ്പം. അഞ്ചാമത്തെ ചോദ്യം, 14 വർഷങ്ങൾക്ക് ശേഷം ബാർന്നബാസിനോടൊപ്പം പൗലോസ് എങ്ങോട്ടാണ് പോയത്? ജെറുസലേമിലേക്ക്. ആറാമത്തെ ചോദ്യം, ജെറുസലേമിലേക്ക് പോകുമ്പോൾ ആരെ കൂടി പൗലോസ് കൊണ്ടുപോയിരുന്നു? ഉത്തരം തീത്തോസിനെ. ഏഴാമത്തെ ചോദ്യം, എന്തനുസരിച്ചാണ് പൗലോസ് ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം ഒരു വെളിപാട് അനുസരിച്ച്. എട്ടാമത്തെ ചോദ്യം, ജെറുസലേമിലെ പ്രധാനികളുടെ മുൻപിൽ പൗലോസ് എന്താണ് അവതരിപ്പിച്ചത്? ഉത്തരം പൗലോസ് വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു. ഒൻപതാമത്തെ ചോദ്യം, വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം പൗലോസ് ആരുടെ മുൻപിലാണ് സ്വകാര്യമായി അവതരിപ്പിച്ചത്? ഉത്തരം ജെറുസലേമിലെ പ്രധാനികളുടെ മുൻപിൽ. പത്താമത്തെ ചോദ്യം, പൗലോസ് ഇപ്രകാരം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം താൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ. 11ാമത്തെ ചോദ്യം, പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന ഗ്രീക്കുകാരൻ ആരാണ്? ഉത്തരം തീത്തോസ്. 12ാമത്തെ ചോദ്യം, ഗ്രീക്കുകാരനായിരുന്നിട്ടും തീത്തോസിനെ എന്തിന് നിർബന്ധിച്ചില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം പരിച്ഛേദനത്തിന്. 13ാമത്തെ ചോദ്യം, എന്നാൽ തങ്ങൾക്കിടയിൽ രഹസ്യത്തിൽ ആര് കടന്നുകൂടി എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം വ്യാജ സഹോദരന്മാർ. 14ാമത്തെ ചോദ്യം, അവർ എങ്ങനെയാണ് പൗലോസിനും കൂട്ടർക്കുമിടയിൽ കടന്നുകൂടിയത്? ഉത്തരം യേശുക്രിസ്തുവിലുള്ള തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട്. 15ാമത്തെ ചോദ്യം, യേശുക്രിസ്തുവിലുള്ള പൗലോസിന്റെയും കൂട്ടരുടെയും സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് കടന്നുകൂടിയ വ്യാജ സഹോദരന്മാരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഉത്തരം പൗലോസിനെയും ഒപ്പമുള്ളവരെയും അടിമത്തത്തിൽ കൊണ്ടെത്തിക്കുക. 16ാമത്തെ ചോദ്യം, അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല. ആർക്ക് വശപ്പെട്ടില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം വ്യാജ സഹോദരന്മാർക്ക്. 17ാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് വശപ്പെടാതിരുന്നത്? ഉത്തരം അത് സുവിശേഷത്തിന്റെ സത്യം എല്ലാവർക്കുമായി നിലനിർത്തുന്നതിന് വേണ്ടി. 18ാമത്തെ ചോദ്യം, സുവിശേഷത്തിന്റെ സത്യം നിലനിർത്തേണ്ടിയിരുന്നത് കൊണ്ട് തങ്ങൾ ആർക്ക് വശപ്പെട്ടില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം വ്യാജ സഹോദരന്മാർക്ക്. 19ാമത്തെ ചോദ്യം, വ്യാജ സഹോദരന്മാർ എങ്ങനെയുള്ളവർ ആണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്നവർ. 20ാമത്തെ ചോദ്യം, ആരിൽ നിന്നാണ് പൗലോസിന് കൂടുതലായി ഒന്നും ലഭിക്കാതിരുന്നത്? ഉത്തരം വ്യാജ സഹോദരന്മാരിൽ നിന്നും. 21ാമത്തെ ചോദ്യം, അവർ എന്താണെന്ന് ഞാൻ ഗൗനിക്കുന്നേയില്ല. ആരെ പറ്റിയാണ് പൗലോസ് ഇപ്രകാരം പറയുന്നത്? ഉത്തരം വ്യാജ സഹോദരന്മാരെ പറ്റി. 22ാമത്തെ ചോദ്യം, ആരാണ് മുഖം നോക്കുന്നവൻ അല്ലാത്തത്? ഉത്തരം ദൈവം.
23-ാമത്തെ ചോദ്യം, പരിച്ഛേദിതർക്കുള്ള സുവിശേഷം ആർക്കാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം പത്രോസിന്. 24-ാമത്തെ ചോദ്യം, അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം ആർക്കാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം പൗലോസിന്. 25-ാമത്തെ ചോദ്യം, അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം പൗലോസിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ആര് മനസ്സിലാക്കി? ഉത്തരം വ്യാജ സഹോദരന്മാർ. 26-ാമത്തെ ചോദ്യം, പരിച്ഛേദിതർക്ക് വേണ്ടിയുള്ള പ്രേഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ ആരാണ്? ഉത്തരം പിതാവായ ദൈവം. 27-ാമത്തെ ചോദ്യം, വിജാതിയർക്കു വേണ്ടി പൗലോസിലൂടെ പ്രവർത്തിക്കുന്നവർ ആരാണ്? ഉത്തരം പിതാവായ ദൈവം. 28-ാമത്തെ ചോദ്യം, നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നത് ആരെല്ലാമാണ്? യാക്കോബിനെയും കേപ്പായെയും യോഹന്നാനെയും. 29-ാമത്തെ ചോദ്യം, ആരാണ് തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം പൗലോസിനും ബാർണബാസിനും നീട്ടിക്കൊടുത്തത്? ഉത്തരം യാക്കോബും കേപ്പായും യോഹന്നാനും. 30-ാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് യാക്കോബും കേപ്പായും യോഹന്നാനും തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം പൗലോസിനും ബാർണബാസിനും നീട്ടിക്കൊടുത്തത്? ഉത്തരം ദൈവത്തിന്റെ കൃപ പൗലോസിന് ലഭിച്ചിരിക്കുന്നത് കണ്ട്.